സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. ഒരു ക്വിക്ക് റിവിഷനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആന്ത്രാക്സിന് കാരണമാകുന്ന രോഗകാരി. ആന്ത്രാക്സിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി. എഡ്യൂസാറ്റ് ഇന്ത്യ വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. 2004 സെപ്റ്റംബർ 20. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. സ്വർണഖനിയായ കോലാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സ്വർണഖനിയായ കോലാർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. കേരള സംസ്ഥാനം ടൂറിസത്തെ വ്യാവസായികമായി പ്രഖ്യാപിച്ച വർഷമേതാണ്? കേരള സംസ്ഥാനം ടൂറിസത്തെ വ്യാവസായികമായിട്ട് പ്രഖ്യാപിച്ചത് 1986-ലാണ്. 1986. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണ് റാൺ ഓഫ് കച്ചിൻ്റെ അധികാര ഭാഗമുള്ളത്? ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണ് റാൺ ഓഫ് കച്ചിൻ്റെ അധികാര ഭാഗമുള്ളത്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ. എഥനോൾ. വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന മൂലകം ഏതാണ്? പച്ച നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത് ബേരിയമാണ്. ബേരിയം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ഏതാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് ആലം. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. പൊട്ടാഷ് ഗ്ലാസ് ആണ് ഹാർഡ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നത്. പൊട്ടാഷ് ഗ്ലാസ്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതനാരാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതനാണ് I.C. ചാക്കോ. I.C. ചാക്കോ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടകയാണ്. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്? ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം ജില്ല. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? വെർട്ടിസോൾ. കറുത്ത മണ്ണ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്? കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 9 സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളാണ് കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 112 ആണ്. അനുച്ഛേദം 112.
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18-നാണ്. 1947 ജൂലൈ 18. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രൗൺ വിപ്ലവം ലെതർ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി? ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോൻ ആണ്. MGK മേനോൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ്. വസൂരിക്ക് കാരണമായ രോഗകാരി? വസൂരിക്ക് കാരണമായ രോഗകാരിയാണ് വേരിയോള വൈറസ്. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുന്നത്. കൂടുന്നു. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ ആണ്. CP രാമസ്വാമി അയ്യർ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത്? പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ബങ്കർ എന്നിവ? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ബങ്കർ എന്നിവ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാകോൾ ആണ്. ഇന്ദിരാകോൾ. ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല കമന്റ് ചെയ്യുക. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം ഏതാണ്? ഒരു ഉപഗ്രഹം മാത്രമുള്ളത് ഭൂമിക്കാണ്. ഭൂമി. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടത് ഏത് വന്യജീവി സങ്കേതം ആയിരുന്നു എന്ന് ചോദിക്കാം. ഏതാണ്? തേക്കടി വന്യജീവി സങ്കേതമാണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ്. ആനന്ദമഠം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ജനഗണമനയുടെ ആദ്യത്തെ പേര്? ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഭാരത് വിധാത. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആണ്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിളയാണ് ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരീഫ് വിള ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നെല്ലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരീഫ് വിള നെല്ല്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇന്ത്യയുടെ ആദ്യത്തെ
മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് കമന്റ് ചെയ്യുക. സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ. സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് ഡോവൽ. അജിത് ഡോവൽ. പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് ആര്? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത്. പൊട്ടറ്റോ ഈറ്റേഴ്സ് വാൻ ഗോഗ് ആണ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത് വാൻ ഗോഗ്. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത്. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ. പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസി. പൊതുമാപ്പ് കൊടുക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72 ആണ്. പൊതുമാപ്പ് കൊടുക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധമാണ് കൊറിയൻ യുദ്ധം. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരള വർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരള വർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. കേസരി എ ബാലകൃഷ്ണപിള്ള ആദ്യമായി പത്രാധിപരാകുന്നത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള സമദർശി എന്ന പ്രസിദ്ധീകരണത്തിലാണ്. സമദർശി. ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. രോഗത്തിൻ്റെ പേര് ഇത്തായ് ഇത്തായ്. കാഡ്മിയമാണ്. കാഡ്മിയം. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലം ഏത്? തോൽവിറക് സമരം നടന്നത് ചീമേനിയിലാണ്. ഏത് ജില്ലയിലാണ് എന്ന് കമന്റ് ചെയ്യുക. ചീമേനി. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചിട്ടുള്ളതാണ്? ഡോക്യുമെൻ്ററിയുടെ പേര് ഒറ്റയാൾ. സംവിധാനം ചെയ്തത് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ. ദയാബായിയെ കുറിച്ചിട്ടുള്ളതാണ്. ദയാബായി. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്?
വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏതാണ്? ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഭൂനികുതിയാണ്. ഭൂനികുതി. എഫ് ആകൃതിയിലുള്ള തടാകം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകം ശാസ്ത്രാംകോട്ട തടാകമാണ്. ശാസ്ത്രാംകോട്ട തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട തടാകം. പ്ലാവത്തറ വീട് ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലാവത്തറ വീട് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമി സിയാച്ചിൻ. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? മരത്തിന്റെ പേരിൽ ചെന്തരുണിയാണ്. ചെന്തരുണി. ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആര്? ക്രിസ്തുമത നിരൂപണം ചട്ടമ്പി സ്വാമികളാണ് കൃതിയുടെ കർത്താവ്. കൃതിയുടെ പേര് ക്രിസ്തുമത നിരൂപണം. ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16 ആയിരുന്നു. ലൂയി 16. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരാണ്? മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ജോൺ രാജാവാണ്. ജോൺ രാജാവ്. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം ഏതാണ്? കത്തി ഉപയോഗിച്ച് മുറിക്കുവാൻ പറ്റുന്ന ലോഹം സോഡിയമാണ്. സോഡിയം. ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? നാടകത്തിൻ്റെ പേര് ഇൻകുലാബിൻ്റെ മക്കൾ. രചിച്ചത് PJ ആൻ്റണി. PJ ആൻ്റണി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത്? എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിനാണ്. ബ്രോമിൻ. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരമാണ്. പരിയാരം ഗ്രാമപഞ്ചായത്ത്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരി. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വാലന്റൈൻ ഷിറോളാണ്. വാലന്റൈൻ ഷിറോൾ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? കൈഗയാണ്. കർണാടക ജില്ലയിലെ കൈഗ. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണ്. ലാറ്റിൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമറ്റൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീക്കറാണ്. കേണൽ ലീക്കർ. സന്തോഷവുമായി ബന്ധപ്പെട്ട വകുപ്പ് ആദ്യമായി തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ DK കാർവേ ആണ്. DK കാർവേ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്?
വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണ് ഇത്? പൊയ്കയിൽ അപ്പച്ചൻ്റേതാണ്. പൊയ്കയിൽ അപ്പച്ചൻ. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം അന്തരീക്ഷമർദ്ദം. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് നരകത്തിൽ നിന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലം? ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലം? 71%. 71%. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.